സാർ, ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ഒരു അയവുണ്ടാകും എന്ന് കരുതി ഈജിപ്തിലെ കെയ്റോയിൽ ഒരു ചർച്ചയൊക്കെ നടത്താനിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നു. ഏതാണ്ട് 300-ലധികം റോക്കറ്റുകളൊക്കെ ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. അതിന് മറുപടിയായിട്ട് ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ മേഖലകളിലും ആക്രമണം നടത്തി. 100ഓളം റോക്കറ്റുകൾ തിരിച്ച് ആക്രമിച്ചു. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം എത്രത്തോളം കാലം നീണ്ടു പോകാനാണ് ഇനിയും സാധ്യത? പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെയ്റോയിൽ ചർച്ച നടക്കുന്നുണ്ട്. അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, US ഒക്കെ കൂടി ഇടപെട്ട് ഒരു സമാധാന ചർച്ച കാര്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അത് അവരുടെ കാര്യം. ഇവിടെ ഹിസ്ബുള്ളയുടെ കാര്യമുണ്ട്. കാരണം ഹിസ്ബുള്ളയ്ക്ക് എന്തെങ്കിലും ഒന്ന് കാണിക്കാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഈ ഹിസ്ബുള്ളയുടെ സുപ്രീം ലീഡറാണ് നാസറുള്ളയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു ഫുവാദ് ഷുക്കൂർ എന്ന് പറയുന്ന ആൾ. ഫുവാദ് ഷുക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യപുരുഷനൊന്നുമല്ല, അവരുടെ കമാൻഡറായിരുന്നു. മാത്രമല്ല 300 ഫ്രഞ്ച് ആൻഡ് US സോൾജേഴ്സിനെ കൊന്നിട്ടുള്ള ആളാണ് ഈ ടെററിസ്റ്റ് അറ്റാക്കിലൂടെ. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വിലയിട്ടായിരുന്നു. തലയുടെ വില $5 million ആയിരുന്നു. കുറേ നാളായി വിലയിട്ട് നടക്കുന്ന അമേരിക്ക അങ്ങനെ ഒക്കെ പോയി. പക്ഷേ ഇസ്രായേലായിട്ട് മുട്ടിക്കഴിഞ്ഞപ്പോൾ സംഗതി മാറി. അത് മാത്രമല്ല, ഇസ്രായേലിന് 10-12 കുട്ടികളുടെ മരണത്തിനും ഇങ്ങനെ കാരണക്കാരനായിട്ടുണ്ട് ഈ ഫുവാദ് ഷുക്കൂർ എന്ന് പറയുന്ന കമാൻഡർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു ഹിസ്ബുള്ളയ്ക്ക്. അങ്ങനെയാണ് ഇപ്പോൾ ഞായറാഴ്ച അറൗണ്ട് 5 o'clock ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ഇസ്രായേലിന് നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവർ ട്രൈങ് ടു മേക്ക് എ മാസീവ് അറ്റാക്ക് നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അവരുടെ ഓപ്പറേഷൻ ആരംഭിച്ചു. അവരുടെ ഈ മിസൈൽസ് വരാൻ മുഴുവനായിട്ടുള്ള അറ്റാക്കിന് വേണ്ടിയിട്ട് കാത്തുന്നില്ല. അപ്പോഴേക്കും ഒരു അറൗണ്ട് എ ഫ്യൂ മിനിറ്റ്സ് ബിഫോർ ദാറ്റ് ടൈം 5 o'clock എന്നുള്ള ഡെഡ് ലൈനിന് തൊട്ട് മുമ്പ് ഇവരുടെ 100 ഫൈറ്റർ ജെറ്റ്സ് ഒരുമിച്ച് ഇസ്രായേലിൽ നിന്നും പൊങ്ങി. അപ്പോൾ അവർ ദേ വർ വെൽ പ്രിപ്പയർഡ് ഫോർ ദിസ്. എപ്പോഴായാലും ഇവരെന്തെങ്കിലും കാണിക്കുമെന്ന് അറിയാമായിരുന്നു. 100 ഫൈറ്റർ ജെറ്റ്സ് ചെന്നു. അവിടെയുള്ള പല ടാർഗറ്റ്സ്, എസ്പെഷ്യലി ഇവർ മിസൈൽസ് സൂക്ഷിച്ചിരിക്കുന്ന, ഡ്രോൺസ് സൂക്ഷിച്ചിരിക്കുന്ന, അതേപോലെ ചില ബാലിസ്റ്റിക് മിസൈൽസ്, അങ്ങനെയൊക്കെ അവർക്ക് നല്ലൊരു ആർസണൽ ഓഫ് ഓൾ ദീസ് തിങ്സ് അവിടെ ഉണ്ട്. ഈ ആയുധ സംഭരണശാല. അതെ. ഈ ഹമാസ് പോലെയല്ല, അവർ അതിനേക്കാളും ഫാർ വെൽ എക്വിപ്ഡ് ആണ്. അപ്പോൾ അവർ ഇസ്രായേൽ അവിടെ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ നോക്കി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിനിറ്റ്സിന് മുമ്പ് തന്നെ ഇവർ 100 ഫൈറ്റർ ജെറ്റ്സ് ഒരുമിച്ച് പോയി ഈ പറഞ്ഞ ടാർഗറ്റ്സൊക്കെ അവർ ബോംബ് ചെയ്തു. അതിനിടയ്ക്ക് ഇവർ കുറച്ചൊക്കെ വിട്ടു, ഈ പറയുന്ന ഡ്രോൺസും. അതേപോലെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ടുള്ളത് കാറ്റൂഷ്യ റോക്കറ്റ്സ് എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ 320 എണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു. അവരത് വിട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഇസ്രായേലിനെ പോലെ ഒരു രാജ്യം അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിരുന്നേനെ ഇവർ പ്ലാൻ ചെയ്തിരുന്ന അത്രയും റോക്കറ്റ്സ് വിടുകയും അത് ഇസ്രായേലിൽ വന്ന് പതിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറിയെന്നെ. പക്ഷേ അതിനു മുമ്പ് തന്നെ രോഗത്തിന് മുമ്പ് തന്നെ മരുന്നുമായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് അത് ഒക്കെ ഒരുവിധമൊക്കെ അവർ അവിടെ പോയി ഒന്ന് അടിച്ച് നിരപ്പാക്കി. പിന്നെ കുറച്ച് റോക്കറ്റ്സൊക്കെ ഇവിടെ വന്ന് വീണു. പക്ഷേ ഈ റോക്കറ്റ്സ് നമ്മളെപ്പോഴും അയൺ ഡോംസിനെ പറ്റി മാത്രമാണ് പറയാറ്. പക്ഷേ അയൺ ഡോംസ് മാത്രമല്ല, അവരുടെ ഒരു മൾട്ടി ലെയേർഡ് ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേലിനുള്ളത്. അയൺ ഡോം ഈസ് ഓൺലി ദി ഫസ്റ്റ് സ്റ്റെപ്പ്. അയൺ ഡോമിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് അതാണ് അടുത്ത ലെയർ. പിന്നെ അത് കഴിയുമ്പോൾ ആരോ എന്ന് പറഞ്ഞ് വേറെ ഒരു ലെയറുണ്ട്. പിന്നെ അവരുടെ എയർഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനെല്ലാത്തിനെയും മറികടന്ന് ഇസ്രായേലിൽ കയറി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. 100 ഫൈറ്റർ ജെറ്റ്സ് ഒരുമിച്ച് പോയിട്ടാണ് അവിടെ അറ്റാക്ക് ചെയ്തത്. പിന്നെ ഇതിൽ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കൂടുതൽ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇറാനെ നേരിടാനായിട്ട് അമേരിക്കയുടെ അവിടെ നല്ലൊരു ഫ്ലീറ്റുണ്ട്. അവർ അതുമായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഈ എയർക്രാഫ്റ്റ് കാരിയേഴ്സുണ്ട്,
പിന്നെ സബ്മറീൻസ് ഉണ്ട്, ഏത് ടാർഗറ്റഡ് മിസൈൽസ് അയക്കാനായിട്ട്. അങ്ങനെ ആ വക സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ആൾക്കാർ ഇസ്രായേലിനെയൊക്കെ ഉപദേശിക്കും, ഇങ്ങനെ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ. സാർ, ഇപ്പോൾ കഴിഞ്ഞൊരു 10 മാസത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ അതിർത്തിയിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഘർഷമാണിത്. ഇത്രയും വലിയൊരു ആക്രമണം ഈ അടുത്ത കാലത്ത് നടന്നിട്ടില്ല. ആ ഒരു സ്ഥിതിക്ക് ഇസ്രായേൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നെ ബെൻഗൂറിയൻ എയർപോർട്ട് അടച്ചിട്ടു. പക്ഷേ ബെൻഗൂറിയൻ എയർപോർട്ട് ഇപ്പോൾ ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ട് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട എയർപോർട്ടാണ്. അതടച്ചിട്ടു. അതൊക്കെ ഇപ്പോൾ വീണ്ടും തുറന്നു. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചില നെസസറി സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. ഏത് രാജ്യത്തിനായാലും സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി എന്നുള്ളത് അവരതൊരു വെർച്വലായിട്ടാണ് കാണുന്നത്. കാരണം അവർ തോറയാണ് പഠിച്ചിരിക്കുന്നത്. അതായത് ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ 5 ബുക്സ് ഉണ്ട്. ആ 5 ബുക്സാണ് അവരുടെ ചിന്താരീതിയെ മോൾഡ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ജെനസിസ്, പിന്നെ എക്സഡസ്, പിന്നെ ലെവിറ്റിക്കസ്, പിന്നെ നമ്പേഴ്സ്, പിന്നെ ഡ്യൂട്രോണമി. ഇങ്ങനെ 5 ബുക്സാണുള്ളത്. അതിൽ ലെവിറ്റിക്കസിൽ പറയുന്നുണ്ട് ഈ കണ്ണിന് കണ്ണും പല്ലിന് പല്ലും എന്നൊക്കെയുള്ള സിദ്ധാന്തം. പക്ഷെ അത് ഈ ഒരു വെഞ്ചൻസ് അല്ലെങ്കിൽ റിവഞ്ച് എന്നുള്ള രീതിയിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. പണ്ട് കാലത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കണ്ണെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നാൽ പിന്നെ 2 കണ്ണും പല്ലും എല്ലാം കൂടി നശിപ്പിച്ചോളെ. അങ്ങനെ ചെയ്യരുത്. ഒരു കണ്ണെടുക്കുകയാണെങ്കിൽ തിരിച്ചൊരു കണ്ണ് എടുത്തോ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവർ ശരിക്കും റിവെഞ്ചിന് വേണ്ടിയിട്ടല്ല അത് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ ചെയ്യരുതെന്നുള്ള അർത്ഥത്തില്ല. പക്ഷേ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കർണത്തെ അടി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് റിലീജിയസ് ഡ്യൂട്ടി ഇല്ല. അവരടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് അടിച്ചു. ഇനിയിപ്പോൾ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ ഇടപെടുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് ഇറാൻ ഇടപെടുകയാണെങ്കിൽ US ഈസ് റെഡി ദയർ അതും ഹാൻഡിൽ ചെയ്യാനായിട്ട്. മാത്രമല്ല ഇസ്രായേൽ തന്നെയാണെങ്കിൽ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് നിങ്ങൾ റോക്കറ്റ്സ് വിടും ഇറാനിൽ നിന്ന്. ഇവിടെ റോക്കറ്റ്സ് വിട്ടിട്ട് ഈ ഇസ്രായേലിൽ വീണില്ല എന്ന് വിചാരിക്കുക. ഇസ്രായേലിൽ വീണില്ല, പക്ഷേ അത് പ്രശ്നമല്ല. അത് കൊണ്ട് യുദ്ധമല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും പ്രൊജക്ടൈൽസ് വിട്ട് കഴിഞ്ഞാൽ, അത് മിസൈൽസ് ആയാലും കൊള്ളാം, ഡ്രോൺസ് ആയാലും കൊള്ളാം, റോക്കറ്റ്സ് ആയാലും കൊള്ളാം, എന്ത് നിങ്ങൾ അവിടെ നിന്ന് അയച്ചാലും ദാറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് വാർ അഗൻസ്റ്റ് ഇസ്രായേൽ ആൻഡ് വി വിൽ ബി റിപ്ലൈങ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് മാനർ ഓർ അക്കോർഡിംഗ്ലി. അത് ഇതിനനുസരിച്ച് തന്നെ ഞങ്ങൾ തിരിച്ച് പെരുമാറും. അല്ലാതെ ഞങ്ങൾ ഇതൊക്കെ വരുന്ന വഴിക്ക് അടിച്ചു വീഴ്ത്തി അതുകൊണ്ട് ഇവിടെ ഒന്നും പറ്റിയില്ലല്ലോ വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾ വേണ്ടത് ചെയ്തിരിക്കും എന്നുള്ള വാർണിംഗ് ഇറാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹമാസ് അല്ലെങ്കിൽ ഗാസയിലുള്ള അവരുടെ പ്രവർത്തനമൊക്കെ ഏതാണ്ട് സ്റ്റോപ്പായ രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇപ്പുറത്തൂടെ വന്ന് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇറാൻ ആക്രമണം നടത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ആക്രമണം നിർത്തുമ്പോൾ അല്ലെങ്കിൽ സമാധാന ചർച്ച നടത്തുമ്പോൾ മറുഭാഗങ്ങളിൽ നിന്ന് ആക്രമിച്ച് ഇസ്രായേലിനെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കാനുള്ള ശ്രമമാണോ? തകർക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ തകരാൻ ഇസ്രായേലിന് ആഗ്രഹമില്ല. അതാ പ്രശ്നം. ഇത് രണ്ടും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്. അത് അവർക്ക് തകർക്കണമെന്നുണ്ട്. ദാറ്റ് ഹാസ് ഓൾവേസ് ബീൻ ദെയർ റൈറ്റ് ഫ്രം 1948 വെൻ ഇസ്രായേൽ വാസ് ഫോംഡ്. അന്ന് തൊട്ട് ഈ ആഗ്രഹമുള്ളതാണ്. ഇവരെ തുടച്ചു മാറ്റണം എന്നുള്ളതായിരുന്നു പ്രശ്നം. അതിന്നും ഉണ്ട്. ഇറാൻ അതിന് ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഇറാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ആക്രമണം നടത്തിയതാണല്ലോ. അന്നും 300 മറ്റോ ഇട്ടു. ഒന്നും ഇസ്രായേൽ വരെ കാര്യമായിട്ട് എത്തിയില്ല. 1 or 2 അല്ലെങ്കിൽ ഒരെണ്ണം ഒരു കുട്ടിയുടെ കാലമൊക്കെ ഉള്ള അങ്ങനെ ഏതാണ്ട് സംഭവിച്ചുള്ളൂ. 300 അയച്ചിട്ട്. അപ്പോൾ പക്ഷേ ഇസ്രായേലിൻ്റെ അറ്റാക്സ് ഒക്കെ വളരെ ടാർഗറ്റഡ് ആണ്, ഇഫക്റ്റീവാണ്, റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. ഇറാൻ അയക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് വിടുന്നുണ്ട്, റോക്കറ്റ്സ് വിടുന്നുണ്ട്. അത് ആരോ ഏതോ സിനിമാ പാട്ടുണ്ട്, മയത്തോ ചല ജിതർ ചല രാസ്ത എന്ന് പറയും. എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴി അങ്ങോട്ട് പോകണം, അങ്ങോട്ട് ഞാൻ പോകണം എന്ന് പറഞ്ഞ പോലെ ഇറാൻ അയക്കുന്ന റോക്കറ്റ്സ് അതിൻ്റെ സൗകര്യവും അതിൻ്റെ മനസാക്ഷിയൊക്കെ അനുസരിച്ച് എവിടെയെങ്കിലും വന്നു കൊള്ളും. അല്ലാതെ ഇറാൻ അതിന് വലിയ കൺട്രോളില്ല. പക്ഷേ ഇസ്രായേൽ വിടുന്നത് അങ്ങനെയല്ല. കൃത്യമാണ്, ടാർഗറ്റഡ് ആണ്, ഫോക്കസ്ഡ് ആണ്, എല്ലാമാണ്. അവർ അടിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന 100 വിമാനങ്ങൾ പറന്നു പൊങ്ങി ആക്രമണം നടത്തിയപ്പോൾ 40 സ്ഥലത്ത് കൃത്യമായി ആക്രമണം നടത്തി. അതിൽ അവരുടെ ആയുധ സംഭരണശാലകളൊക്കെ തകർക്കുക എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ചൊറിയാണ് ഇസ്രായേലിനെ കയറി. അപ്പോൾ ഇസ്രായേൽ തിരിച്ച് അതിനനുസരിച്ച് അടിക്കുന്നു. പക്ഷേ ലോകരാജ്യങ്ങൾ അന്നേരം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുകയാണോ ചെയ്യുക? ലോകരാജ്യങ്ങൾ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ നടക്കുന്ന അറ്റാക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ബൈ ഈ ഷിയ കൺട്രീസാണ് ഈ ചെയ്യുന്നത്. അതായത് ഇറാനാണ് അതിൻ്റെ ഏറ്റവും വലിയ ആൾ. അപ്പോൾ ഇറാൻ്റെ പ്രോക്സി ആയിട്ടാണ് ഇപ്പോൾ ലെബനോണിൽ നിന്ന് ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുന്നതായാലും അതേപോലെ യമനിൽ നിന്നും ഹൂത്തികൾ അറ്റാക്ക് ചെയ്യുന്നതായാലും ഒക്കെ ഇറാൻ്റെ പ്രോക്സി ആയിട്ടാണ്. ഹമാസ് ഈസ് നോട്ട് ഷിയ. പക്ഷേ അവർ ഇസ്രായേലിനോടുള്ള ദേഷ്യം കൊണ്ട് ഇവർ സുന്നിയാണെന്നുള്ള കാര്യം മറന്നിട്ടോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാതെ
ഇറാൻ ഗോസ് ഓൺ ഹെൽപ്പിംഗ് ഹമാസ് അത്രേ ഉള്ളൂ. പക്ഷേ ഹമാസ് ഇപ്പോൾ ഒരുവിധം നിരപ്പായി. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല. ഇസ്രായേൽ വേണ്ടിടത്ത് കയറി അടിക്കുന്നു, അവർ അത് അടികൊള്ളുന്നു എന്നുള്ളത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ പ്രത്യേകിച്ചൊരു റിയാക്ഷനൊന്നും ഇല്ലല്ലോ. അതെ. ഇപ്പോൾ ഈ ജർമ്മനിയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ടൊക്കെയുള്ള വിമാന സർവീസുകൾ പോലും അവിടെയൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ ഒരു കൊടുമ്പിരി കൊള്ളുന്നു. അതൊരു പരസ്യമായ രീതിയിലേക്ക് വലുതാകുന്നു എന്നാണ്. എങ്ങനെയായാലും അവിടെ ടെൻഷൻ അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇറാനായാലും ഹിസ്ബുള്ള ആയാലും ഒക്കെ പറയുന്ന ഇപ്പോൾ ഞങ്ങൾ ഇസ്രായേലിനെ തകർക്കും എന്നൊക്കെ പറയുമ്പോഴും അവരൊരു കാര്യം പറയുന്നുണ്ട്, വി ഡോണ്ട് വാണ്ട് എ ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ. ലിമിറ്റഡ് അറ്റാക്ക് ഞങ്ങൾ നടത്തും, അതനുസരിച്ച് നിങ്ങൾ ലിമിറ്റഡ് അറ്റാക്ക് നടത്തിക്കോ, അതിലവർക്ക് വിരോധമില്ല. പക്ഷേ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഓവർവെൽമിങ് റിയാക്ഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യണമായിരുന്നു, ചെയ്യാതിരുന്നാൽ മോശമല്ലേ. അതുകൊണ്ട് അവരത് ചെയ്തു. പക്ഷേ അതിന് തിരിച്ചടി നല്ലപോലെ ഇസ്രായേലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറാൻ്റെ ടേണാണ്. കാരണം അവിടെ ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടുകൊണ്ട് അവർക്കും എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല, എന്തെങ്കിലും ചെയ്തേക്കും. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഇസ്രായേൽ കൊടുക്കാനാണ് സാധ്യത. അപ്പോൾ ഈ പൂർണ്ണമായ യുദ്ധമല്ല എന്ന് ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായ യുദ്ധമല്ല എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കും, ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇസ്രായേൽ അല്പം വീക്കായി കഴിഞ്ഞാൽ ഇസ്രായേലിനെ നശിപ്പിക്കാനും ശ്രമിക്കും. പക്ഷേ ഇസ്രായേലിന് ശക്തിയുണ്ട്, ഇത് അടിച്ചു നിരപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് അവിടെ നിലനിൽക്കാം. ആ സംഘർഷം പതുക്കെ പതുക്കെ കുറയും. അല്ലാതെ വേറെ ഇപ്പോൾ ഇസ്രായേലിനോട് സിമ്പതി വന്നിട്ട് ആ ഒരു ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വർഷത്തിന് അവസാനത്തോടുകൂടി യുദ്ധത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ കരുതണം. അതെ അതെ അതെ, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.